ഇന്ന് രാജ്യമെമ്പാടും മോക്ക് ഡ്രിൽ നടത്തുകയാണ്. എന്തിനാണല്ലേ? ശത്രു ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധാരണക്കാർക്ക് പരിശീലനം നൽകലാണ് ഈ മോക്ക് ഡ്രില്ലിൻ്റെ ലക്ഷ്യം എന്നാണ് കേന്ദ്ര ഭരണം അറിയിച്ചിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധമുണ്ടായാൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളുടെ ബോധവൽക്കരണ ലക്ഷ്യമിട്ട് ഇന്ന് രാജ്യമെമ്പാടും സിവിൽ ഡിഫൻസ് സുരക്ഷാ അഭ്യാസം നടത്തും. ഇതാണ് ഇന്നത്തെ മോക്ക് ഡ്രിൽ. രാജ്യത്തെ 224 സിവിൽ ഡിഫൻസ് ജില്ലകളിലാണ് നടപടി ആലോചിക്കുന്നതെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും മോക്ക് ഡ്രിൽ നടപ്പാക്കണമെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളുടെ സന്നദ്ധത വിലയിരുത്താനും അതിലെ ന്യൂനതകൾ പരിഹരിക്കാനും ലക്ഷ്യമിട്ടാണ് അഭ്യാസമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുള്ള സമയത്ത്, അതായത് 1971 അന്നത്തെ യുദ്ധത്തിന് മുന്നോടിയായാണ് ഒടുവിൽ രാജ്യത്ത് ഇത്തരം പ്രതിരോധ സുരക്ഷാ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര നിർദ്ദേശപ്രകാരം ജില്ലാ കൺട്രോളർ, വിവിധ ജില്ലാ അധികാരികൾ, സിവിൽ ഡിഫൻസ് വാർഡന്മാർ, വളണ്ടിയർമാർ, NSS NCC വളണ്ടിയർമാർ, അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ എല്ലാം സജീവ പങ്കാളിത്തം ഇന്നത്തെ മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. 2025 മെയ് 7 നടത്തുന്ന ഈ മോക്ക് ഡ്രില്ലിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി എത്രത്തോളമാണെന്ന് വിലയിരുത്തുക. ഇങ്ങനെ ഒരു ആക്രമണ സാധ്യത ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക. വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ എവിടെയാണ് ഒളിക്കേണ്ടത്, അതായത് കെട്ടിടത്തിൻ്റെ മറ, അടിപ്പാതകൾ, കാർ പാർക്കിംഗ് തുടങ്ങിയവ ഉപയോഗിക്കാൻ അവിടെ ഒളിക്കാനുള്ള പരിശീലനം സാധാരണക്കാർക്ക് നൽകൽ. മോക്ക് ഡ്രിൽ ലക്ഷ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രാഷ് ബ്ലാക്ക് ഔട്ട്. എന്താണ് ക്രാഷ് ബ്ലാക്ക് ഔട്ട്? രാത്രിയാണ് വ്യോമാക്രമണം ഉണ്ടായതെങ്കിൽ ഒരു മേഖലയിലെ എല്ലാ വെളിച്ചവും, അതായത് വാഹനങ്ങളുടെ ലൈറ്റുകൾ അടക്കം ഒന്നിച്ച് ഓഫ് ചെയ്യുന്ന രീതി, അതാണ് ക്രാഷ് ബ്ലാക്ക് ഔട്ട്. മറ്റൊരു ലക്ഷ്യമാണ് വ്യോമതാവളങ്ങൾ, ഫാക്ടറികൾ, റെയിൽ യാർഡുകൾ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളെ ശത്രുക്കളിൽ നിന്ന് മറയ്ക്കൽ. രക്ഷാപ്രവർത്തകരുടെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും തയ്യാറെടുപ്പും കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഒഴിപ്പിക്കൽ നടപടികളും ഡ്രില്ലിൽ പരിശോധിക്കും. പ്രാഥമിക ചികിത്സ നൽകുന്നതിലും പരിശീലനം നൽകും. മറ്റൊരു ലക്ഷ്യമാണ് അലാറം മുഴക്കൽ. ശത്രു വിമാനം വരുന്ന വിവരം വ്യോമസേന പ്രാദേശിക സിവിൽ ഡിഫൻസ് നിയന്ത്രണ കേന്ദ്രങ്ങളെ അറിയിക്കുന്നതോടെ മുന്നറിയിപ്പ് സൈറൺ മുഴക്കും. ആദ്യം തയ്യാറെടുപ്പിനുള്ള അലാറം, സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങാനുള്ള രണ്ടാമത്തെ അലാറം, പിന്നെ ഭീഷണി ഒഴിവായെന്ന് സൂചിപ്പിക്കുന്ന മൂന്നാം അലാറം എന്നിങ്ങനെയാണ് സൈറൺ മുഴക്കുക. കേന്ദ്ര സർക്കാർ സിവിൽ ഡിഫൻസ് പരിപാടികൾ നടപ്പിലാക്കുന്ന നിയുക്ത പ്രദേശങ്ങളാണ് സിവിൽ ഡിഫൻസ് ജില്ലകൾ. യുദ്ധങ്ങൾ, വ്യോമാക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ തയ്യാറെടുപ്പിനുള്ള കേന്ദ്രങ്ങളായി ഈ ജില്ലകൾ പ്രവർത്തിക്കുന്നു. വിഭവങ്ങൾ സംഘടിപ്പിക്കുക, സിവിലിയന്മാരെയും വളണ്ടിയർമാരെയും പരിശീലിപ്പിക്കുക, വിവിധ ഏജൻസികൾക്കിടയിലെ പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുക എന്നിവയാണ് ഈ സിവിൽ ഡിഫൻസ് ജില്ലകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അവ നടപ്പിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ഇത്രയുമാണ് ഇന്നത്തെ മോക്ക് ഡ്രില്ലിൻ്റെ ലക്ഷ്യങ്ങളായി പറയുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ഡ്രില്ലിൽ നമുക്കും പങ്കാളികളാകാം. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്കും കൂട്ടാവാം.